ഇന്ന് ബോളിവുഡ് അറിയപ്പെടുന്നത് റീമേക്ക് വുഡ് എന്നാണ്. കാരണം ഏതു സിനിമ കണ്ടാലും ഒന്ന് റീമേക്ക് ചെയ്യാൻ അവർക്ക് തോന്നും. പക്ഷെ അതിൽ പലതും തിയേറ്ററുകളിൽ ബോംബായി മാറുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രശസ്തനാണ് കിലാടി കുമാർ, അക്ഷയ് കുമാർ. മറ്റു നടന്മാരും അതിലൊട്ടും പിന്നിലല്ല. സൗത്തിൽ ഒരു സിനിമ ഹിറ്റായാൽ അത് റീമേക്ക് ചെയ്യുക എന്നത് ബോളിവുഡിന്റെ അവകാശം പോലെയാണ് ഇപ്പോൾ. പക്ഷേ OTTയിൽ ഇറങ്ങിയ ഒറിജിനൽ സിനിമകൾ എല്ലാവരും തന്നെ കാണുന്നത് കൊണ്ട് തിയേറ്ററുകളിൽ റീമേക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടാകില്ല. തുച്ഛം റീമേക്ക് സിനിമകൾ മാത്രമാണ് വമ്പൻ ഹിറ്റുകളായി അവിടെ മാറിയത്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അന്ന് ബോളിവുഡിൽ നിന്നുമാണ് പല സിനിമകളും സൗത്തിലേക്ക് റീമേക്ക് ചെയ്തത്. അമിതാഭ് ബച്ചനെ പോലെയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ പല സിനിമകളും പല ഭാഷകളിലായി സൗത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ബോളിവുഡ് സിനിമകളെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ജയൻ, പ്രേം നസീർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീകുമാരൻ തമ്പി എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് നായാട്ട്. ജയൻ പോലീസ് കഥാപാത്രത്തെയും പ്രേം നസീർ ഒരു റൌഡി കഥാപാത്രത്തെയുമാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. 1980 ചിത്രം റിലീസായത്. ഒരു സുൽത്താനാണ്. ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ല നിന്റെ ബാപ്പയുടെ വീടല്ല. 1973 അമിതാഭ് ബച്ചൻ ചിത്രമായ ജഞ്ചീറിന്റെ റീമേക്ക് ആയിരുന്നു അത്. അമിതാഭ് ബച്ചൻ, പ്രാൺ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1974 തന്നെ തമിഴിൽ MGRഉം തെലുങ്കിൽ NTRഉം ആ സിനിമ റീമേക്ക് ചെയ്തിരുന്നു. 2013 രാം ചരണിനെ നായകനാക്കി ആ സിനിമ വീണ്ടും റീമേക്ക് ചെയ്തിരുന്നു. മമ്മൂട്ടി, രതീഷ്, സോമൻ, ലക്ഷ്മി, മേനക എന്നിവർ അഭിനയിച്ച് 1983 പുറത്തിറങ്ങിയ ചിത്രമാണ് നദി മുതൽ നദി വരെ. സഹോദരന്മാരിൽ ഒരാൾ പോലീസും മറ്റൊരാൾ ഡോണും എന്നതാണ് ആ സിനിമയുടെ പ്രധാന കഥയും. വിജയാനന്ദ് ആയിരുന്നു സിനിമയുടെ സംവിധായകൻ. എന്റെ അമ്മ എന്നോടൊത്തുണ്ടാവും. 1975 അമിതാഭ് ബച്ചൻ ചിത്രമായ ദീവാറിന്റെ റീമേക്ക് ആയിരുന്നു ആ സിനിമ. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാത്രമല്ല പേർഷ്യൻ, തുർക്കിഷ് ഭാഷകളിലും ആ ചിത്രം റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ ആ ചിത്രം 2 പ്രാവശ്യമാണ് റീമേക്ക് ചെയ്തത്. ഹിന്ദിയിലും ആ സിനിമ വീണ്ടും റീമേക്ക് ചെയ്തിരുന്നു. മമ്മൂട്ടി, രതീഷ്, രവീന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ടി ദാമോദരൻ എഴുതി IV ശശി സംവിധാനം ചെയ്ത് 1982 റിലീസ് ചെയ്ത ചിത്രമാണ് ജോൺ ജാഫർ ജനാർദ്ദനൻ. 1977 അമിതാഭ് ബച്ചൻ ചിത്രം അമർ അക്ബർ ആന്റണി എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു ആ ചിത്രം. അതിൽ വിനോദ് ഖന്ന, ഋഷി കപൂർ എന്നിവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നീയാണ് എന്റെ കണ്ണ്, എന്റെ മൂക്ക്, എന്റെ തൊണ്ട. തമിഴിൽ ശങ്കർ സലീം സൈമൺ എന്ന പേരിലും തെലുങ്കിൽ റാം റഹീം റോബർട്ട് എന്ന പേരിലും രജനീകാന്ത് അടക്കം അഭിനയിച്ചുകൊണ്ട് ആ ചിത്രം റിലീസ് ചെയ്തിരുന്നു. അക്ബർ അമർ ആന്റണി എന്ന പേരിലായിരുന്നു ചിത്രം പാകിസ്ഥാനിൽ റീമേക്ക് ചെയ്തത്. ടി ദാമോദരൻ, IV ശശി ടീമിന്റെ മറ്റൊരു ചിത്രമായിരുന്നു 1980 ജയൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ മീൻ എന്ന ചിത്രം. ഞാൻ നേരുന്നറിയും കിട്ടാനല്ല. 78 തൃശൂൽ എന്ന അമിതാഭ് ബച്ചൻ ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു ആ സിനിമ. മിസ്റ്റർ ഭരത് എന്ന പേരിൽ ആ ചിത്രം തമിഴിലും തെലുങ്കിലും രജനീകാന്തും റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഹലോ ശ്യാമ എന്ന പേരിലായിരുന്നു ചിത്രം ശ്രീലങ്കയിൽ റീമേക്ക് ചെയ്തത്. മമ്മൂട്ടിയെ നായകനാക്കി 1986 K മധു സംവിധാനം ചെയ്ത ചിത്രമാണ് ഈ കൈകളിൽ. സീമ, രതീഷ്, ശോഭൻ എന്നിവരൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 1973 അമിതാഭ് ബച്ചൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ മജ്ബൂർ എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു ആ ചിത്രം. രാജ എന്ന പേരിലായിരുന്നു ചിത്രം തെലുങ്കിൽ റീമേക്ക് ചെയ്തത്. നാൻ വാഴ വെപ്പ എന്ന ശിവാജി ഗണേശൻ ചിത്രവും ആ സിനിമയുടെ റീമേക്ക് ആണ്. ആ സിനിമയെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു 2008 ഹിന്ദിയിൽ ജിമ്മി എന്ന സിനിമയും വന്നത്. പക്ഷേ ആ സിനിമയുടെ ഒറിജിനൽ ഹോളിവുഡിൽ നിന്നുമാണ്. ഹോളിവുഡിലെ സിഗ്സാഗ്, സ്വീറ്റ് കോൾഡ് എന്നീ സിനിമകൾ മിക്സ് ചെയ്തുകൊണ്ടാണ് മജ്ബൂർ എന്ന ഹിന്ദി സിനിമ ഉണ്ടാക്കിയത്. 1985 പ്രിയദർശൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ. ശങ്കർ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ അഭിനയിച്ച ആ ചിത്രം എഴുതിയത് കൊച്ചിൻ ഹനീഫയായിരുന്നു. ഹലോ ഇൻസ്പെക്ടർ, അതെന്റെ തേട്ടാണ്.
അതേ വർഷം പുറത്തിറങ്ങിയ അമിതാഭ് ബച്ചന്റെ ഫറാർ എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു ആ ചിത്രം. मेरा है मैं संजय का कजन ब्रदर 1998 KB മധു സംവിധാനം ചെയ്ത മലയാളം ചിത്രമാണ് ചിത്രശലഭം. ജയറാം, ബിജു മേനോൻ, കലാഭവൻ മണി, ജോമോൾ എന്നിവരൊക്കെയാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. ഒരു എഴുത്തുകാരനെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കും. ഉള്ളിൽ ഭയമാണ് എനിക്ക്. ഞാനൊരു ഡോക്ടർ മാത്രം. ഒരു ഡോക്ടറുടെയും പേഷ്യന്റിന്റെയും കഥയാണ് സിനിമ പറയുന്നത്. माफ कीजिएगा मुझे बोलना नहीं आता और सच पूछिए तो मैं कोई लेखक भी नहीं. 1971 അമിതാഭ് ബച്ചൻ ചിത്രമായ ആനന്ദ് എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു ചിത്രശലഭം. ഈ കളിയിലെ മുഴുവൻ കൈഡി നിനക്കുള്ളതാ. എന്റെ ഡയലോഗ് തീർന്നു പോയടാ തോമസൂട്ടി. മുകളിൽ നിന്നാകട്ടോ നമ്മുടെ മത്സരം. ചെന്ന് നല്ലൊരു നാടക സമിതി ഏർപ്പാടാക്ക്. മലയാളത്തിൽ ഡോക്ടറായി ബിജു മേനോനും പേഷ്യന്റായി ജയറാമുമാണ്. ഹിന്ദിയിൽ ഡോക്ടറായി അമിതാഭ് ബച്ചനും പേഷ്യന്റായി രാജേഷ് ഖന്നയുമാണ് അഭിനയിച്ചത്. क्या करूं गुरुदेव, मेरे तो डायलॉग ही खत्म हो गए. तो ऊपर ही होगा मुकाबला. चल के बसाओ अपना आनंद लो और एक अच्छी सी ड्रामा टोली तैयार करो. 86 ജെ ശശികുമാർ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ശോഭരാജ്. ഈ തോക്കിൽ തിരകല്ല എന്നുള്ള വിവരം എനിക്കും നിനക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് അമിതാഭ് ബച്ചൻ ചിത്രമായ ടോണിന്റെ മലയാളം വേർഷനാണ്. डॉन को पकड़ना मुश्किल ही नहीं नामुमकिन है. ഞാൻ കീഴടങ്ങാൻ അബ്സല്യൂട്ട്ലി ഇംപോസിബിൾ. सोनिया ये तुम जानती हो कि ये रिवॉल्वर खाली है. मैं जानता हूँ कि ये रिवॉल्वर खाली है, लेकिन पुलिस नहीं जानती कि ये रिवॉल्वर खाली. ഷാറുഖ് ഖാൻ, NTR, അജിത് കുമാർ, രജനീകാന്ത്, പ്രഭാസ് തുടങ്ങിയവരെല്ലാം തന്നെ ആ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. डॉन को पकड़ना मुश्किल नहीं नामुमकिन है. 10ലധികം സിനിമകളാണ് 1978 റിലീസ് ചെയ്ത ആ അമിതാഭ് ബച്ചൻ ചിത്രത്തിൽ നിന്നും ഉണ്ടായത്. ഇതിൽ ബുള്ളറ്റ്സ് ഇല്ലங்கிறது ഉണക്കും എനക്കും மட்டும்தான் தெரியும். ഒരു ഡോൺ മരണപ്പെടുകയും രൂപസാദൃശ്യമുള്ള ഒരു സാധാരണക്കാരൻ ഡോണായി മാറുന്നതുമാണ് ആ സിനിമയുടെ പ്രധാന കഥ. இந்த ரிவால்வர் காலின்னு உனக்கு தெரியும், எனக்கும் தெரியும். ஆனா போலீஸ்க்கு தெரியாது. എല്ലാ റീമേക്കുകളിലും ആ കഥ തന്നെയാണ് പറയുന്നത്. ഷാറുഖ് ഖാൻ റീമേക്കിൽ മാത്രം കഥയിൽ മറ്റൊരു വ്യത്യാസം കൊണ്ടുവന്നിരുന്നു. ഒറിജിനൽ സിനിമയുടെ അതേ കഥ പ്രതീക്ഷിച്ചു പോയവർക്ക് ഫറാൻ അക്തർ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് ഷാറുഖ് ഖാൻ സിനിമയിൽ ഒരുക്കിയത്. ഡോൺ, വിജയ് എന്നീ കഥാപാത്രങ്ങളെയാണ് ഒറിജിനൽ സിനിമയിൽ അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ചത്. മലയാളത്തിൽ ധർമ്മരാജ്, ശോഭരാജ് എന്നീ കഥാപാത്രങ്ങളെയായിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ചത്. 79 AB രാജ് സംവിധാനം ചെയ്ത് പ്രേം നസീർ, ജയൻ, ഉമ്മർ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇരുമ്പഴികൾ. ഈ ശങ്കരപ്പിള്ളയും കൂട്ടരും ഇവിടുത്തെ പാവപ്പെട്ടവരെ ഞെക്കിപ്പിഴിയുകയാണ്. ആ സിനിമയുടെ ചില ഭാഗങ്ങളും കഥാപാത്രങ്ങളും എല്ലാം തന്നെ അമിതാഭ് ബച്ചൻ ചിത്രമായ ഷോലയിൽ നിന്നും ഇൻസ്പയർ ചെയ്ത പോലെയാണ് തോന്നുക. അമിതാഭ് ബച്ചന്റെ റോളിൽ പ്രേം നസീറും ധർമ്മേന്ദ്രയുടെ റോളിൽ ജയനുമാണ് അഭിനയിച്ചത്. ഗ്രാമം കൊള്ളയടിക്കുന്ന ഗബ്ബർ സിംഗ് പോലെയുള്ള കഥാപാത്രങ്ങളും ബസന്തിയും എല്ലാം തന്നെ ആ സിനിമയിലുമുണ്ട്. കാറ്റിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവന്റെ കഥ കഴിയുമായിരുന്നു. ഇതുപോലെ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത മറ്റു ബോളിവുഡ് സിനിമകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.